Alhamdulillah. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fahuwal muhtad wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. صدق الله. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു തആലയെ ഓർത്ത് അവൻ്റെ ജീവിത നിർദ്ദേശങ്ങൾ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഇഷ്ടത്തോടുകൂടി അനുസരിച്ച് ജീവിക്കുന്ന സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോടും ഇണതുണകളോടും മക്കളോടും സഹോദരങ്ങളോടും സഹപ്രവർത്തകരോടുമൊപ്പം നാളെ സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മിമ്പറിൽ ഈ സന്ദർഭത്തിൽ ഖുതുബ നിർവഹിച്ച് നമ്മോട് ദീർഘകാലം ഇടപഴകിയ ബഹുമാന്യനായ EN അബ്ദുള്ള മൗലവി നമ്മോട് വിട പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ മരണവും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുണ്ട്, ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകാറുണ്ട്. ഈയനുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചതും അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞതും എന്നതിന് നമ്മളൊക്കെ സാക്ഷികളാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മെ എല്ലാവരെയും അല്ലാഹു സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അല്ലാഹു തആല ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നാം ആരും സ്വയം സൃഷ്ടിക്കപ്പെട്ടതല്ല, വെറുതെ സൃഷ്ടിക്കപ്പെട്ടതുമല്ല. വളരെ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് അല്ലാഹു തആല മനുഷ്യനെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്നാ ജഅൽനാ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കുന്നു എന്ന് മാലാഖമാരോട് അറിയിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ.
ഖലീഫ, പ്രതിനിധി എന്ന് പറയുമ്പോൾ അത് വളരെ പവിത്രമായ ഒരു സ്ഥാനമാണ്. ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ മറ്റ് രാഷ്ട്രങ്ങളിൽ സേവനമനുഷ്ഠിക്കാറുണ്ട്. അത്തരം ആളുകൾക്ക് അംബാസഡർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. എല്ലാ രാജ്യത്തും വ്യത്യസ്ത രാഷ്ട്രങ്ങളിലെ അംബാസഡർമാരുണ്ടാവും. അവരുടെ ഉത്തരവാദിത്വം ആരാണോ തന്നെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിയോഗിച്ചിട്ടുള്ളത് അവരുടെ ഉദ്ദേശമനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. പരമകാരുണികനായ അല്ലാഹു തആലയുടെ ലോകസൃഷ്ടാവിൻ്റെ പ്രതിനിധി എന്ന സ്ഥാനത്തിന് അർഹരാവുക വഴി അനുഗ്രഹീതരായ ഒരു വിഭാഗമാണ് മനുഷ്യൻ. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുന്നു. അതിലൂടെ അല്ലാഹു മനുഷ്യനെ ആദരിച്ചു. വലഖദ് കറംനാ ബനി ആദം, നാം മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം നടത്തിയ സന്ദർഭത്തിൽ മാലാഖമാർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ പ്രതിനിധിയായി നിശ്ചയിക്കുന്നത്? അതിന് അല്ലാഹു പറഞ്ഞ മറുപടി, നിങ്ങൾക്കറിയാത്തതൊക്കെ ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്കുകളുടെ മുന്നിൽ മനുഷ്യന്റെ ഔന്നത്യം അല്ലാഹു തആല പ്രകടിപ്പിക്കുകയുണ്ടായി. ഇന്നും നാം അനുഭവിക്കുന്ന വിശേഷ ബുദ്ധി, പഠിക്കാനും മനസ്സിലാക്കാനുള്ള ശേഷി, കാര്യങ്ങളൊക്കെ വകതിരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, പഠിച്ചത് പറയാനും അത് അടുത്ത തലമുറയെ പഠിപ്പിക്കാനും വരും തലമുറകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് എഴുതി വെക്കാനും ഒക്കെയുള്ള സവിശേഷമായ സിദ്ധി അല്ലാഹു മനുഷ്യന് നൽകി. ഇതിലൂടെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തിനാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്, എൻ്റെ ജീവിത നിയോഗം എന്ത് എന്നതൊക്കെ സ്വയം ബോധ്യത്തിലൂടെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നിലപാടുകൾ എടുക്കാനുള്ള ഒരു സവിശേഷ സിദ്ധി അല്ലാഹു മനുഷ്യന് നൽകി. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അല്ലാഹു നൽകിയ ഈ വിശിഷ്ട സ്ഥാനം, അല്ലാഹുവിൻ്റെ പ്രതിനിധി എന്ന ആ ഉത്തരവാദിത്വം എത്ര ഗൗരവത്തോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി പരിഗണിക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. ഈയൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോൾ നാം മൊത്തം, നമ്മുടെ നാട്, അദ്ദേഹവുമായി പരിചയമുള്ള, അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വരികയും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു, നമ്മൾ കേട്ടു, നാം മനസ്സിലാക്കുന്നു. ജീവിതത്തിൽ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ കഴിവ്, അദ്ദേഹത്തിന്റെ സമയം, അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ ആയുസ്, ഇതൊക്കെ സമ്പൂർണമായി അല്ലാഹുവിന് സമർപ്പിച്ചു എന്നാണ് നമുക്കുള്ള ഒരു ബോധ്യം. കാരണം ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സാധ്യമായ രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ആ പ്രവർത്തന ഫലം പിന്നീട് നമുക്ക് കാണാനും മനസ്സിലാക്കാനും അതനുഭവിച്ച ആളുകളുടെ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് നൽകപ്പെട്ട സവിശേഷമായ കഴിവുകൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സൂറ ദഹർ എന്ന പേരിലും സൂറ ഇൻസാൻ എന്ന പേരിലും, ദഹർ എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് അർത്ഥം, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. ഈ രണ്ടു പേരിലും അറിയപ്പെടുന്ന സൂറയിലെ ആദ്യ സൂക്തങ്ങളാണ് ഞാൻ നേരത്തെ പാരായണം ചെയ്തത്. ഈ സൂക്തങ്ങളിലൂടെ അല്ലാഹു തആല മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. തുടർന്ന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആ സൂറ കടന്നു ചെല്ലുന്നുണ്ട്. മനുഷ്യനോട് അല്ലാഹു ചോദിക്കുകയാണ്,
മനുഷ്യ പ്രസ്താവ്യമായ ഒരു വസ്തു എന്ന് പറയാൻ പറ്റാത്ത ഒരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ഹൽ അതാ അലൽ ഇൻസാനി ഹൈനും മിനദ് ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ. നമ്മളൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കുട്ടിക്കാലത്തുള്ള ആളുകളുണ്ട്, യൗവനത്തിലെത്തിയിട്ടുള്ള ആളുകളുണ്ട്, മധ്യവയസ്കരായിട്ടുള്ള ആളുകളുണ്ട്, കുറെ കൂടി ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഓരോരുത്തരും അവരുടേതായ മേഖലകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നാം ജീവിതം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. നാം നമ്മെക്കുറിച്ച് വിലയിരുത്തുന്നുണ്ട്. എൻ്റെ ജീവിതം സഫലമാണോ? ഞാൻ വിജയിച്ച ആളാണോ? നമ്മുടെ ചുറ്റുപാടുകളും ജീവിത വിജയത്തെക്കുറിച്ചുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മെ പലരും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കാറുണ്ട്. ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതുണ്ട്. നിങ്ങൾ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്ന ചില നേട്ടങ്ങൾ കൈവരിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നാം ആലോചിച്ചു നോക്കുക, നമ്മുടെ ജീവിതം വിജയമാണോ? ഞാൻ 50 വയസ്സ് ജീവിച്ചു. ഈ 50 വയസ്സ് വരെയുള്ള എൻ്റെ ഈ യാത്ര, എൻ്റെ 50കളിലുള്ള ഈ യാത്ര അത് സഫലമാണോ? എനിക്ക് എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ജോലി സംബന്ധമായ ജീവിതത്തിൽ, അള്ളാഹുവുമായുള്ള എൻ്റെ ഇടപെടലുകളിൽ, സാമൂഹികമായ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നിടത്ത് എനിക്ക് വിജയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ വിജയിച്ചിട്ടുണ്ടോ? നാം ഓരോരുത്തരെയും ഓരോ അളവുകോൽ വെച്ചുകൊണ്ടാണല്ലോ വിലയിരുത്താറുള്ളത്. പലർക്കും അവരുടെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകൾ വ്യത്യസ്തമാണ്. അവരവർ ആഗ്രഹിക്കുന്ന പരീക്ഷകൾ എഴുതുന്നു, ആ പരീക്ഷ വിജയിക്കുന്നു, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ച ഒരു പരീക്ഷണമുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. മിശ്രിതമായ ബീജഗണങ്ങളിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? നബ്തലീഹി, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നാം ഒരു പരീക്ഷണ ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജനിച്ചത് മുതൽ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ നാം പരീക്ഷയ്ക്ക് ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരീക്ഷാ കാലഘട്ടം അവസാനിക്കുന്നത് മരണത്തോടു കൂടിയാണ്. നേരത്തെ നാം അനുസ്മരിച്ചു മർഹൂം EN അബ്ദുള്ള മൗലവി. അദ്ദേഹത്തിന്റെ പരീക്ഷണ കാലഘട്ടം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായി. ഇനി അദ്ദേഹത്തിന്റെ ആ പരീക്ഷണത്തിലുള്ള വിജയപരാജയങ്ങളാണ്, അതിന്റെ കാലഘട്ടമാണ്. നമ്മിൽ നിന്ന് നേരത്തെ വിട പറഞ്ഞു പോയിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. നാം പലരെക്കുറിച്ചും ഓർക്കാറുണ്ട്. നാം എല്ലാ ദിവസവും ഓർക്കുന്ന ആളുകളുണ്ട്. നമ്മിൽ നിന്ന് നേരത്തെ വിട പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളിൽ ഓർമ്മ വരുന്ന ആളുകളുണ്ട്. അവരൊക്കെ ബർസഖി ജീവിതത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. നാം അവരെ മയ്യത്ത് സംസ്കരിച്ച് നമസ്കരിച്ച് അവരെ കബറടക്കി തിരിച്ചു പോന്നതാണ്. അതിനുശേഷം അവരുടെ അവസ്ഥ എന്ത് എന്ന് നമുക്കറിയില്ല. നാം പ്രാർത്ഥിക്കുന്നു. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ഇണതുണകൾക്ക് വേണ്ടി, അതുപോലെ ഗുരുനാഥന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒക്കെ നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു. അല്ലാഹുവേ പുറത്തു കൊടുക്കണമെന്ന്, അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമെന്ന്, ബർസഖി ജീവിതം സ്വർഗകവാടങ്ങളാൽ അനുഗ്രഹിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ നാം ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മുടെ മക്കളും ബാക്കിയുള്ള ആളുകളും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അത് ജീവിതത്തിന്റെ റിസൾട്ട് അറിയുന്ന ഒരു ഘട്ടമാണ്. ആത്യന്തികമായി ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ലോകാവസാനത്തോടു കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അന്ത്യനാളിൽ ഈ ലോകം അവസാനിച്ചതിന് ശേഷം മനുഷ്യരൊക്കെ എഴുന്നേറ്റ് നിൽക്കും. മുഴുവൻ മനുഷ്യരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടുകൊണ്ട് ആ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ അതിനുശേഷമുള്ള വിചാരണ, അതിനുശേഷം സ്വർഗം, നരകം, ആ സ്വർഗപ്രാപ്തിയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുന്നത് ആ വിജയത്തിന്, പാരത്രിക ജീവിത വിജയത്തിന് വേണ്ടിയുള്ള പരീക്ഷണാലയത്തിലാണ് നാം ജീവിക്കുന്നത്. ഫജഅൽനാഹു സമീഅൻ ബസീറ. അങ്ങനെ മനുഷ്യന് കാഴ്ചയും കേൾവിയും നാം നൽകി. നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യന് വിശേഷ ബുദ്ധി നൽകി.
മറ്റു സൃഷ്ടികൾക്കൊന്നും നൽകാത്ത വിവേകം, കാര്യങ്ങൾ ഉരുത്തിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, സ്വയം തെരഞ്ഞെടുപ്പിനുള്ള കഴിവ്, സ്വാതന്ത്ര്യം, ഇതൊക്കെ നൽകപ്പെട്ടത് മനുഷ്യർക്ക് മാത്രമാണ്. മറ്റ് ജീവജാലങ്ങൾക്ക് ഈ അർത്ഥത്തിലുള്ള കഴിവുകൾ നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നൽകപ്പെട്ട സവിശേഷമായ കഴിവുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക. വീണ്ടും അല്ലാഹു അതിനെ വിശദീകരിക്കുന്നു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. രണ്ട് വഴികൾ നാം മനുഷ്യന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ല വഴിയാണ്, രണ്ടാമത്തത് ചീത്ത വഴിയാണ്. എല്ലാവർക്കും സുപരിചിതമാണ് നല്ല വഴിയും ചീത്ത വഴിയും. എല്ലായിടത്തും എല്ലാവരും ഉപദേശിച്ചു കൊണ്ടിരിക്കാറുള്ളത് അതേക്കുറിച്ചാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട്, നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഓർമ്മപ്പെടുത്താറുണ്ട്. എവിടെ പോയാലും രണ്ട് വഴികൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നേർവഴിയാണ്, രണ്ടാമത്തത് ദുർമാർഗമാണ്. രണ്ടിന്റെയും ഫലം നാം കാണുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രണ്ട് വഴി അല്ലാഹു തആല വളരെ കൃത്യമായി മനുഷ്യ സൃഷ്ടിപ്പിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ഫലഖതഹമൽ അഖബ. നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ, ചുണ്ടുകൾ, നിങ്ങൾക്ക് നാവ്, ഇങ്ങനെ നിങ്ങളുടെ ശരീരാവയവങ്ങൾ നിങ്ങൾക്ക് നൽകിയില്ലേ? ഇതോടൊപ്പം വഹദൈനാഹു നജ്ദൈൻ, രണ്ട് വഴികളും നിങ്ങൾക്ക് നാം കാണിച്ചു തന്നില്ലേ? ഫലഖതഹമൽ അഖബ. ഈ കഴിവുകളും സവിശേഷ സിദ്ധികളും ഒക്കെ നിങ്ങൾക്ക് നൽകി, നിങ്ങൾക്ക് രണ്ട് വഴികൾ കാണിച്ചു തന്ന് ഏത് വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഫലഖതഹമൽ അഖബ. നിങ്ങൾ ആ ദുർഘട സന്ധി നിങ്ങൾ തരണം ചെയ്തില്ലല്ലോ. ഏറ്റവും പ്രയാസകരമായ, എന്നാൽ നിങ്ങൾ പിന്തുടരണമെന്ന് അള്ളാഹു ആഗ്രഹിച്ച ആ വഴി നിങ്ങൾ പിന്തുടർന്നില്ലല്ലോ എന്ന് അള്ളാഹു താല ചോദിക്കുന്നുണ്ട്. ആ വഴി ഏത് എന്നും വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറ ഇൻസാനിലും തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല ആഗ്രഹിക്കുന്ന വഴിയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു കാണിച്ചു തന്ന രണ്ട് വഴികളിൽ ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ സവിശേഷതയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് ഭക്ഷണത്തോട് സ്വയം ഇഷ്ടമുണ്ടായിരിക്കെ, സ്വയം ഭക്ഷണം ആവശ്യമുണ്ടായിരിക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുക, മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുക. ഇതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴി. അതാണ് അഖബ. വമാ അദ്റാക മൽ അഖബ ഫഖു റഖബ. അഖബ, ദുർഘട മാർഗം ഏത് എന്ന് നിങ്ങൾക്കറിയാമോ? ആ ദുർഘട മാർഗം അത് അടിമയെ വിമോചിപ്പിക്കലാണ്, മനുഷ്യരെ വിമോചിപ്പിക്കലാണ്, പ്രയാസപ്പെടുന്നവന്, വിശക്കുന്നവന് ഭക്ഷണം നൽകലാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടും, ദീനിനെ കളവാക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് മിസ്കീൻ, അഗതികൾക്ക്, അശരണരായ ആളുകൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തമായ വഴി. മനുഷ്യനൊക്കെ സാമൂഹിക ജീവിയാണ്. നമ്മളൊക്കെ ഈ നാട്ടിൽ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഒരു പള്ളിക്ക് ചുറ്റും മഹല്ല് കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരു നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. നമുക്കൊക്കെ പരസ്പര ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആരും ഒറ്റക്ക് ജീവിക്കുന്നില്ല. ഒറ്റക്ക് ജീവിക്കുക മനുഷ്യന് സാധ്യമല്ല. നമ്മളൊക്കെ ജനിച്ചത് തന്നെ ഒരു കൂട്ടായ്മയിലൂടെയാണ്, ഒരു കുടുംബത്തിലാണ്. മനുഷ്യൻ വളർത്തപ്പെടുന്നത് കുടുംബത്തിലാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. നമ്മുടെ അയൽപക്കങ്ങളോട് നമുക്ക് ബാധ്യതകളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുമ്പോഴാണ് അയാളുടെ ജീവിതം സഫലമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരമകാരുണികൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ആലോചിക്കുക, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ആയുസ്സും ആരോഗ്യവും നല്ല സമയവും ഒക്കെ തന്നെ ഏത് മാർഗത്തിലാണ് നാം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്. നേരത്തെ അള്ളാഹു താല സൂചിപ്പിച്ച പോലെ തന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക്
ബോധ്യം വരുമല്ലോ. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, അള്ളാഹുവേ ഒന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, ഒന്നും വെറുതെ സൃഷ്ടിക്കപ്പെടുന്നതല്ലല്ലോ. ഈ സൃഷ്ടിപ്പിന്റെ പിന്നിലേക്ക് ആലോചിച്ച് നോക്കിയാൽ അള്ളാഹുവിന്റെ സവിശേഷമായ കഴിവുകൾ, സൃഷ്ടി വൈഭവം അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് മനുഷ്യനെ തന്റെ സൃഷ്ടിപ്പിലേക്ക് ചിന്തിക്കാൻ അള്ളാഹു താല പ്രേരിപ്പിക്കുന്നത്. ഒന്നുമല്ലാത്തൊരു കാലം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 100 വർഷം മുമ്പ് നമ്മളൊന്നും ആരുമല്ല. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു രൂപം 100 വർഷം മുമ്പ് നമുക്ക് ആർക്കും ഇല്ല. അതിന്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ അങ്ങനെ ഒരു ചിന്ത പോലുമില്ലാത്ത ഒരു കാലഘട്ടം. അത്തരം ഒരു സന്ദർഭത്തിൽ 100 കണക്കിന് 1000 ഇന്ദ്രഗണങ്ങളിൽ നിന്ന് അള്ളാഹു അതിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സവിശേഷമായ ഒരു സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഈ മനുഷ്യ സൃഷ്ടിപ്പിൽ ആർക്കും പ്രത്യേകിച്ച് ഇടപെടലുകളൊന്നുമില്ല. ഉമ്മക്കും ഉപ്പക്കും ഒന്നും കൃത്യമായ ചില തീരുമാനങ്ങളൊന്നും അതിലില്ല. എൻ്റെ മകൻ, നമ്മുടെ മക്കൾ, അത് ആൺകുട്ടിയാവണോ പെൺകുട്ടിയാവണോ, അവന്റെ കഴിവെത്രയാവണം, എത്ര കാലം അവൻ ആയുസ് ഉണ്ടാവണം, അവന്റെ പ്രത്യേകതകൾ എന്താവണം, ഇതൊന്നും തീരുമാനിക്കാൻ നമുക്കാർക്കും ഇന്നുവരെ സാധിച്ചിട്ടില്ലല്ലോ, സാധിക്കുന്നുമില്ലല്ലോ. പക്ഷേ എല്ലാം കൃത്യമായി നിർണയിക്കപ്പെട്ട് വളരെ ബോധ്യത്തോടു കൂടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടവും അല്ലാഹു തആല വളരെ വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശക്തനായ അസാമാന്യ വൈദഗ്ധ്യമുള്ള ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ സൃഷ്ടാവാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ അള്ളാഹു നമ്മെ ഈ രൂപത്തിലൊക്കെ എത്തിച്ചു, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടാവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അള്ളാഹു താല നമുക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് ഹിദായത്താണ്, അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനാണ് നമ്മയൊക്കെ ഒരുമിച്ച് ചേർക്കുന്നത്. ഏത് സന്ദർഭത്തിലും നമുക്കത് പാരായണം ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. മനുഷ്യ സമൂഹത്തിന് ജീവിത വഴികൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. നാം ആലോചിച്ച് നോക്കുക, വിശുദ്ധ ഖുർആൻ അവതീർണമായ ആ നിമിഷം മുതൽ ഇന്ന് വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യർ വിശുദ്ധ ഖുർആൻ തങ്ങളുടെ ജീവിത വഴിയായി മാർഗദർശനമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ മാർഗദർശനമായി വെളിച്ചമായി വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കുന്നു. ആ വിശുദ്ധ ഖുർആനിന്റെ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുടുംബത്തെയും മാതാപിതാക്കളെയും ഇണതുണകളെയും മക്കളെയും ഒക്കെ തിരിച്ചറിയാനും അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാനും സാധിക്കുന്നു. നാടിനെയും നാട്ടുകാരെയും നാട്ടിന്റെ അവസ്ഥകളെയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിച്ചും പഠിപ്പിച്ചും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടും പാഠം ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോവാൻ അങ്ങനെ ഇമ്മാ ഷാക്കിറം ഇമ്മാ കഫൂറ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് നന്ദിയുള്ളവനാവാം, നന്ദി കെട്ടവനുമാവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാഹു തആല ആരെയും നിർബന്ധിക്കുന്നില്ല. ഈക്വൽ അവസരമാണ്, ഒരേ തുല്യ അവസരമാണ്. നമുക്ക് അള്ളാഹുവിന്റെ ആ ചാരത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് രാവിലും പകലിലും അള്ളാഹുവോട് ചേർന്ന് നിന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിനീതദാസനായി മുന്നോട്ട് പോവാൻ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ സൽഫലങ്ങൾ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കും. അങ്ങനെ നമ്മുടെ മുമ്പിൽ മാതൃക കാണിച്ച് നടന്നുപോയ മഹാവ്യക്തിത്വമാണ് എൻ അബ്ദുള്ള മൗലവി എന്ന് അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി നമ്മൾ തിരിച്ചറിയുന്നു. ഇതേ സന്ദർഭത്തിൽ ഈ വഴികളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അധികാരവും ശക്തിയും ആധിപത്യവും ഒക്കെ ലഭിച്ചിട്ടും ഇതൊക്കെ മനുഷ്യന്റെ നശീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധിക്കാരികളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലുള്ള ധിക്കാരികളെ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്മാ കഫൂറ, അവന് മനുഷ്യന് നന്ദി കെട്ടവനാവാം, നമ്മുടെ തീരുമാനമാണ്. പരമകാരുണികൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര ഔന്നത്യത്തിലെത്തിയാലും, എത്ര സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടായാലും, എത്ര ജീവിത വിജയം കരസ്ഥമാക്കിയാലും ആത്യന്തിക വിജയം പരമകാരുണികന്റെ
അങ്ങയുടെ ഇഷ്ടവും മോക്ഷവും കരഗതമാക്കലാണ് എന്നും ആ ഓരത്ത് നിന്നുകൊണ്ട് സമാധാനമടയലാണ് എന്നും അങ്ങനെ നാളെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന സമാധാനമടഞ്ഞ ആത്മാവേ എന്ന വിളിയാളത്തോടു കൂടി അള്ളാഹുവിലേക്ക് യാത്രവരാണ് എന്നും നാം തിരിച്ചറിയുക. അങ്ങനെ വിജയിയായി ജീവിച്ച് വിജയിയായി അള്ളാഹുവിലേക്ക് പുഞ്ചിരിയോടുകൂടി പ്രൗഢിയോടുകൂടി തിരിച്ചു പോകാൻ പറ്റുന്ന സൗഭാഗ്യവന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണികൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം നിരന്തരം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നാടിനു വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സന്ദർഭം നാടിൻ്റെ പല ഭാഗത്തു നിന്നും അള്ളാഹുവിൻ്റെ അതിഥികളായി സത്യവിശ്വാസികൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഹജ്ജ് യാത്രയപ്പ് സമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. മർഹൂം EN അവസാനം നടത്തിയ പൊതു പ്രഭാഷണം ഹജ്ജ് യാത്രയപ്പിലുള്ള പ്രഭാഷണമാണ് എന്നും നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ഈ വർഷം ഹജ്ജിന് പോകുന്ന, നമുക്കിടയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന ലക്ഷക്കണക്കിന് സഹോദരങ്ങളുണ്ട്. അല്ലാഹു തആല ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ചിട്ടുള്ള സഹോദരങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ആരോഗ്യത്തോടുകൂടി, നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഹജ്ജിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തി ഹജ്ജ് കർമ്മങ്ങളൊക്കെ നല്ല രൂപത്തിൽ നിർവഹിച്ച് പൂർണ്ണാരോഗ്യത്തോടുകൂടി ഹജ്ജിലൂടെ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ നേട്ടങ്ങളും കൈവരിച്ച് തിരിച്ചു വരാനുള്ള തൗഫീക്ക് അവർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന്റെ ആ നന്മ അത് നിലനിർത്താൻ അവർക്കും നമുക്കും അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. മുൻകാലങ്ങളിൽ ഹജ്ജ് നിർവഹിച്ചിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഹജ്ജ് നിർവഹിച്ച ആളുകൾക്കറിയാം ആ ഹജ്ജിലെ കർമ്മങ്ങൾ നമുക്ക് നൽകുന്ന ആ ആത്മീയമായ ഒരു വല്ലാത്ത പ്രചോദനമുണ്ട്. ആ പ്രചോദനം അത് അനുഭവിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, പ്രായാധിക്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, യുവാക്കളായ ആളുകളുണ്ട്, ചെറിയ കുട്ടികളൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് പരമാവധി ആശ്വാസം നീ പ്രദാനം ചെയ്യണമേ നാഥ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകി നീ വല്ലാതെ പരീക്ഷിക്കില്ല നാഥ. അള്ളാഹുവേ, എല്ലാ അർത്ഥത്തിനുള്ള സൗഭാഗ്യങ്ങൾ ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ലോകത്തിന്റെ പല ഭാഗത്തും പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ദീനിന്റെ പേരിൽ ജനിച്ച നാടിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. രക്തസാക്ഷ്യം കൊതിച്ചുകൊണ്ട് തങ്ങളുടെ പിറന്ന മണ്ണിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, മക്കളുണ്ട്. അള്ളാഹുവേ, അവരൊക്കെ നീ അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമേ നാഥ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഫലസ്തീനും ഗസയും ഒക്കെ എല്ലാ സന്ദർഭത്തിലും നിലനിൽക്കുന്നുണ്ട്. അള്ളാഹുവേ, പൂർണ്ണ വിജയവും സ്വാതന്ത്ര്യവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. ലോകത്തെങ്ങുമുള്ള സത്യവിശ്വാസികൾക്ക് ഇസ്ലാമിക സംരംഭങ്ങളോട്, ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളോട് അനുകൂല മനസ്സുണ്ടാക്കി കൊടുക്കണമേ നാഥ. അവരെ സഹായിക്കുന്നവരെയും നീ സഹായിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. തെറ്റും പാപഭാരങ്ങളുമായി നിന്നെ കണ്ടുമുട്ടുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ നാഥ. ഈമാനോടുകൂടി, തൗബാ മനസ്സോടുകൂടി ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ
ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് സന്തോഷത്തോടും സൗഖ്യത്തോടും കൂടിയ ദീർഘായുസ് പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. നിന്റെ മാർഗത്തിൽ ഈമാനോടുകൂടി ഉറച്ചു നിൽക്കാനുള്ള മനസ്സും കരുത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൽ കുഫ്ര വൽ കാഫിരീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا ارحم والدينا كما ربونا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى اله وصحبه وسلم. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.